എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 5 കാര്യങ്ങളിൽ നോക്കിയിരിക്കൽ ഇബാദത്തിന്റെ കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. 5 കാര്യങ്ങളിൽ നോക്കിയിരുന്നാൽ മതി പ്രതിഫലം, ഇബാദത്തിന്റെ പ്രതിഫലം. 5 കാര്യങ്ങളിലേക്ക് നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ പ്രതിഫലം. ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇബാദത്തിന്റെ പ്രതിഫലം കിട്ടുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാണ്, ഉമ്മാന്റെ മുഖത്ത് നോക്കിയിരുന്നാൽ നമ്മുടെ പെറ്റുമ്മയുണ്ടല്ലോ, നമ്മളെ പോറ്റി വളർത്തിയ നമ്മുടെ മാതാപിതാക്കളുണ്ടല്ലോ, സമയമില്ലല്ലോ, ഇന്ന് സമയമില്ലല്ലോ ഉമ്മാന്റെ മുഖത്ത് നോക്കാൻ. കാരണം ഉമ്മാന്റെ ഗ്ലാമറൊക്കെ പോയി, ഉമ്മാന്റെ ഗ്ലാമറൊക്കെ പോയി. ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് പ്രായം ചെന്ന തൊലിയെല്ലാം ചുളുങ്ങിപ്പോയ വാപ്പാനെ കാണിച്ചിട്ട് തന്റെ വാപ്പയാണെന്ന് പറയാ നാണക്കേടാ. സ്വന്തം ഉമ്മ ഇതെന്റെ ഉമ്മയാണെന്ന് കൂട്ടുകാരോട് പറയാ മക്കള് കടിമടിക്കുന്ന കാലവാ. മോനെ, അള്ളാന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? അള്ളാന്റെ റസൂല് പറയുകയാ, ഉമ്മാന്റെ മുഖത്ത് നോക്കിയാ ഇബാദത്തിന്റെ കൂലിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഞാൻ ഇങ്ങോട്ട് വഅദിനിറങ്ങുമ്പോ ഈ പ്രാവശ്യം വഅദിനിറങ്ങിയപ്പോ വല്ലാത്ത സന്തോഷമാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഒരുപാട് നാളുകൾക്ക് ശേഷം എന്റെ വീട്ടിൽ വന്നു. ഉമ്മാനെ കണ്ടപ്പോ അവസാനം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് ഇറങ്ങുമ്പോ മനസ്സിന് വല്ലാത്ത കുളിർമ. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ആര് വഴക്ക് പറഞ്ഞില്ലെങ്കിലും ഉമ്മ വഴക്ക് പറയും. ഉമ്മ വഴക്ക് പറയുമ്പോ കേൾക്കാൻ വല്ലാത്ത ഒരു സുഖമാണ്. ലോകത്ത് ആര് നമ്മളെ വഴക്ക് പറഞ്ഞാലും നമുക്ക് സഹിക്കൂല. മക്കള് പറഞ്ഞാലും, ഉസ്താദന്മാര് പറഞ്ഞാലും, കൂടപ്പറപ്പ് പറഞ്ഞാലും, നാട്ടുകാര് പറഞ്ഞാലും, പടച്ചവനെ പാതിരാത്രി 10 മണിക്ക് വീട്ടിൽ കയറി ചെല്ലുമ്പോ ഭാര്യങ്ങാണ് നമ്മളെ എന്തെങ്കിലും പറഞ്ഞാ നമുക്ക് സഹിക്കൂല. പക്ഷേ 12 മണിക്ക് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഉറങ്ങാതെ കാത്തിരിക്കുന്ന നമ്മുടെ ഉമ്മ നമ്മളെ വഴക്ക് പറയും. ഇത്രയും നേരം എവിടെ പോയി കിടന്നടാ എന്ന് പറഞ്ഞ് വഴക്ക് പറയുമ്പോഴും, ഉമ്മ വഴക്ക് പറയുമ്പോഴും ചിരിക്കാറാ പതിവ്. കാരണം ഉമ്മ വഴക്ക് പറഞ്ഞാലും അതിൽ വല്ലാത്ത ഒരു സുഗന്ധമാണ്, വല്ലാത്ത ഒരു സുഖമാണ്. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. വല്ലാത്ത ഉമ്മ വഴക്ക് പറഞ്ഞാലും നമുക്ക് ചിരിയാ അല്ലേ? രാത്രി വീട്ടിൽ കയറി ചെല്ലുമ്പോ ഭാര്യ എന്തെങ്കിലും പറഞ്ഞ അടി കൊടുക്കും, അവർക്ക് അല്ലേ ദേഷ്യപ്പെടും. ആര് പറഞ്ഞാലും, പക്ഷെ ഉമ്മ വഴക്ക് പറഞ്ഞാലും കേൾക്കാനൊരു സുഖവാ. അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് നൽകുമാറാകട്ടെ. മാതാപിതാക്കളും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന ചില മക്കളുണ്ട് അല്ലേ? മാതാപിതാക്കളും മരിക്കാൻ വേണ്ടി ഉസ്താദിനൊക്കെ വന്നിട്ട് പറയും, ഉസ്താദ് ദുആ ചെയ്യാ. അതിന് കാരണം പറയുന്നുണ്ടെങ്കിൽ മാതാപിതാക്കള് കടന്ന് വേദന തിന്നുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല ഉസ്താദെ. പറയണ കേട്ടാ വിചാരിക്കും ഇവനാ സഹിക്കുന്നേ, പറയണ കേട്ടാ വിചാരിക്കും ഇവനാ സഹിക്കണേ. ആ മനുഷ്യൻ വേദന സഹിച്ചാൽ അല്ലാഹു ആ മനുഷ്യന്റെ പാപം പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എങ്ങനെ കഴിയുന്നടാ സ്വന്തം ഉപ്പായും ഉമ്മായും മരിക്കാൻ ദുആ ചെയ്യാൻ? എത്ര മക്കള് രോഗം പിടിച്ചിട്ട് കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന മാപ്പയാണെങ്കിൽ രാത്രി വീട്ടിൽ കയറി ചെല്ലുമ്പോ മോനെ എന്നുള്ളൊരു വിളിയുണ്ടല്ലോ. ലോകത്ത് നമ്മളെ മോനെ എന്ന് വിളിക്കാൻ നമ്മുടെ ഉപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂ. അതില്ലാതാകുമ്പോഴേ അതിന്റെ വേദന നമുക്കറിയൂ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഉമ്മാന്റെ മുഖത്ത് നോക്കൽ ഇബാദത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. 2, അല്ലാഹുവിന്റെ ഖുർആൻ, വിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിൽ നോക്കിയിരുന്നാൽ ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. 3, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം. അല്ലാഹുവിന്റെ കഅബാലയം അതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 4, സംസം വെള്ളത്തിൽ നോക്കൽ ഇബാദത്തിന്റെ കൂലിയാ. അതുകൊണ്ടാ സംസം വെള്ളം നോക്കിയിട്ട് കുടിക്കണമെന്ന് പറയുന്നത്. സംസം വെള്ളത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് വേണം കുടിക്കാൻ. നോക്കിക്കൊണ്ടിരിക്കണമെന്നല്ല, അത് നോക്കിയിട്ട് കുടിക്കണം. അതിന് ഇബാദത്തിന്റെ കൂലിയുണ്ട്. 5 ആലിമീങ്ങളുടെ മുഖത്ത് നോക്കൽ ഇബാദത്തിന്റെ കൂലിയാ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു മരിക്കുന്നതിന് മുമ്പ് പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്ന് ഉംറ ചെയ്യാൻ, ഹജ്ജ് ചെയ്യാൻ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം തരുമാറാകട്ടെ. എനിക്കും പോകണമെന്ന് ആഗ്രഹമുണ്ട് ഈ പ്രാവശ്യം ഇൻഷാ അല്ലാഹ്. വെക്കേഷന്റെ സമയത്ത് ഉംറയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് ദുആ ചെയ്ത് സഹായിക്കും.
സഹായിക്കണം പോകാൻ. ആയുസ് വേണമല്ലോ, ആരോഗ്യം വേണമല്ലോ, അള്ളാഹുവിന്റെ വിളി ഉണ്ടാകണമല്ലോ. അതുകൊണ്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് ദുആയൊക്കെ ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓസിന് വേണ്ട, ഞാനവിടെ ചെന്നാൽ നിങ്ങൾക്ക് ദുആ ചെയ്യാം. ഞാനവിടെ ചെന്ന് നിങ്ങൾക്ക് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് ആരെങ്കിലൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് സംഘാടകരുടെ കയ്യിൽ നമ്പറുണ്ട്. നമുക്ക് ഈ കമ്മീഷന്റെ പണി അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഉണ്ടെങ്കിൽ കൂടെ കൂടുക. അള്ളാഹു എല്ലാവരെയും അവിടെ എത്തിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ ഉമ്മാന്റെ മുഖത്ത് നോക്കിയ ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 3 തെറ്റ് ചെയ്യുന്നവന് മരണത്തിന് ശേഷമല്ല ശിക്ഷ. 3 പാപം ചെയ്യുന്നവന് മരണത്തിന് ശേഷമല്ല ശിക്ഷ. ഈ ദുനിയാവി വെച്ച് തന്നെ അള്ളാഹു ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഈ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടുന്ന പല പാപങ്ങളുണ്ട്. 3 പാപങ്ങൾ ചെയ്യുന്നവർക്ക് ദുനിയാവിൽ വെച്ച് തന്നെ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു ശിക്ഷ കൊടുക്കും. അതിലെ 1ാമത്തെ വിഭാഗം ആരെന്നറിയുവോ? ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ഇൻസാൻ, ഏതെങ്കിലും ഒരു മുസ്ലിം തന്റെ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ? മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു നിനക്ക് 3 ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുള്ള, തല്ലണ്ട ഇതവിടെ, മാതാപിതാക്കളുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് മരിക്കുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു 3 ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 11 മണിയായി. നിർത്താൻ സമയമായോ? നിർത്താൻ സമയമായോ? ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നണ. നിർത്തണോ? എനിക്ക് നാളെ വയനാടാ പരിപാടി, ഒന്ന് ചുരം കയറണം. അതുകൊണ്ടാ ഇപ്പൊ അങ്ങ് വിട്ടാ രാവിലെ ആകുമ്പോഴത്തേക്ക് അവിടത്തെ. നിർത്താറായോ? ഈ 3 പാപം, 3 ശിക്ഷ ഏതാണെന്ന് പറഞ്ഞിട്ട് പിരിയാം ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് കേൾക്കാൻ താല്പര്യമുള്ളവര് കൈപൊക്കിക്കേ. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മാതാപിതാക്കളെ മനസ്സ് വേദനിപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കളോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, പെണ്ണന്മാരോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിനക്ക് ദുനിയാവിൽ വെച്ച് തന്നെ പടച്ചുറപ്പ് ശിക്ഷ തരികയാണ്. 1ാമത്തെ ശിക്ഷ എന്തെന്നറിയുവോ? നിന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് എന്ന് രാത്രി കരഞ്ഞു, ഉമ്മാനോട് പിണങ്ങി നടക്കുന്ന, വാപ്പയോട് വാശി കാണിച്ച് നടക്കുന്ന നിന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയണം, നിങ്ങൾ ഇന്ന് രാത്രി ഒന്ന് ഫോൺ വിളിക്കൂ, ഉപ്പാനെയും ഉമ്മാനെയും ഫോൺ വിളിച്ച് സംസാരിക്കൂ, ഇല്ലെങ്കിൽ അവരെ പോയി സലാം പറയാതെ ഞാൻ ഇനി പട്ടിണി കിടക്കും, ഭക്ഷണം കഴിക്കൂല. ഭർത്താവിന്റെ മുന്നിൽ സത്യാഗ്രഹം കടന്നോ പെണ്ണേ? ഇല്ലാതെ നീയും നിന്റെ ഭർത്താവിന്റെ കൂടെ കൂടിയ ആ മനുഷ്യനെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് കൊണ്ടുവരുന്ന ദിവസം വിദൂരമല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭർത്താവിന്റെ ജനാസ കാണാ തയ്യാറായിക്കോ. എന്റെ പ്രിയപ്പെട്ടവര്, മാതാപിതാക്കളോട് പിണങ്ങി നടക്കുന്ന മക്കള്, നിന്റെ മക്കളുടെ സ്നേഹം അല്ലാഹു നിനക്ക് ഒരുപാട് കാലം തരൂല. നിന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഉമ്മ പറയുന്നതനുസരിക്കണേ മോര്. മാതാപിതാക്കളെ പറയുന്നത്, പ്രത്യേകിച്ച് ഉമ്മ പറയുന്നത് കേൾക്കണേ മോര്. ഉമ്മ പോകണ്ട എന്ന് പറഞ്ഞാ പിന്നെ പോകരുത്. ഒരു സ്ഥലത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞാ നീ അവിടെ പോകണ്ട എന്ന് പറഞ്ഞാ പോകരുത്. അല്ലാതെ ഉമ്മ പറഞ്ഞു ഫുട്ബോൾ കളി കാണാ പോകല്ലേടാ, എന്റെ ഉമ്മ ഞാൻ പോകുമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് പോകുന്നവരുണ്ട്, സിനിമയ്ക്ക് പോകുന്നവരുണ്ട്, ടൂറ് പോകുന്നവരുണ്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോകുന്നവരുണ്ട്. എങ്കിൽ അല്ലാഹു തരുന്ന ശിക്ഷ കേട്ടോ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാര്,
പെങ്ങള് കാമുകന്റെ കൂടെ ഒളിച്ചോടുന്ന പെൺകുട്ടികള്, മാതാപിതാക്കളെ നാണം കെടുത്തിയിട്ട് പെണ്ണുങ്ങള് കാമുകന്റെ കൂടെ പോകുന്ന കാലവാ. കോടതിയുടെ വരാന്തയിൽ കിടന്ന് കാല് പിടിച്ചിട്ട് നെഞ്ചു പൊട്ടിയിട്ട് എത്ര കരഞ്ഞാല് ഒരു കരുണയും കാണിക്കാത്ത യുവത്വേ, ഈ ചരിത്രം നിനക്ക് പാടപാടി. ഒളിച്ചോടി പോയവളുമാര് മുഴുവനും പുഴുത്തു ചാകാനുള്ള കാരണമെന്തെന്നറിയോ? ആത്മഹത്യ ചെയ്യാറുള്ള കാരണമെന്തെന്നറിയോ? പടച്ചവനെ, ഒരു കാലത്തും സമാധാനം കിട്ടാതെ ചത്തുപോകാറുള്ള കാരണമെന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാർക്ക്, ചെറുപ്പക്കാർക്ക് ഒരു ചരിത്രം പറഞ്ഞു തരാമടാ. എന്ത് മറന്നാലും മറക്കരുത്. വല്ല മാതാപിതാക്കളെ പൂറ്റി വളർത്തിയ മക്കളെ അതാ വിളിച്ചിറക്കി കൊണ്ടുവരുന്ന ചെറുപ്പക്കാരാ, അത് മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, പെണ്ണുങ്ങളെ വിളിച്ചിറക്കി കൊണ്ടുവരുന്നത് ആണത്തമാണെന്ന് പലരും നിന്നോട് പറഞ്ഞു തന്നോ? എടാ, നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ അവൾക്കൊരു വാപ്പയുണ്ടായിരുന്നടാ, അവൾക്കൊരു ഉമ്മയുണ്ടായിരുന്നടാ. അവരുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീരെങ്ങാണം ഈ ഭൂമിയിൽ വീണ ഒരു കാലത്ത് നീ രക്ഷപ്പെടൂല. എന്റെ ചെറുപ്പക്കാർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. അതിനെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അല്ലാഹുവേ, ഉമ്മ മാത്രമേ ഉള്ളൂ, ഉമ്മ മാത്രമേ ഉള്ളൂ. ഒരു ദിവസം കൂട്ടുകാര് മുഴുവനും പറഞ്ഞു, ഫളിലേ, ഞങ്ങളെല്ലാവരും കൂടെ ഉംറയ്ക്ക് പോകുകയാ, നീയും കൂടെ ഞങ്ങളുടെ കൂടെ വരുന്നു. ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ ഉമ്മയോട് ഞാൻ അനുവാദം ചോദിച്ചിട്ട് പറയാ. കൂട്ടുകാര് പറഞ്ഞു, നീ വരുന്നെങ്കിൽ നാളെ ഇന്ന സമയത്ത് നീ വരണമെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാര് മുഴുവനും പിരിയുകയാണ്. പടച്ചവരെ, ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാർ തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ഉമ്മാനോട് ചോദിക്കുന്നു, ഉമ്മാ, കൂട്ടുകാര് മുഴുവനും ഉംറയ്ക്ക് പോവുകയാ, ഞാനും കൂടെ പോകട്ടെ ഉമ്മ, ഞാനും കൂടെ പോകട്ടെ ഉമ്മ. ഉമ്മ പറഞ്ഞു, വേണ്ട മോര്, എന്റെ പൊന്നുമോൻ ഇപ്പൊ ഉംറയ്ക്ക് പോകണ്ട, പിന്നെ പോകാമെന്ന് ഉമ്മ അനുവാദം കൊടുത്തില്ലോ. എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൂട്ടുകാരുടെ മുന്നിലേക്ക് കടന്നു ചെന്നു. എന്റെ ഉമ്മ എനിക്ക് അനുവാദം തന്നില്ല. കൂട്ടുകാര് മുഴുവനും കളിയാക്കുകയാണ്. ഉംറയ്ക്ക് പോലും പോകാൻ നിന്റെ ഉമ്മ അനുവാദം തരുന്നില്ലല്ലോ. എല്ലാവരും കളിയാക്കിയിട്ട് തിരിച്ചു നടക്കുകയോ. എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് കടന്നു വന്നു. ഉമ്മാനോട് ചോദിച്ചു, എന്റെ കൂട്ടുകാര് മുഴുവനും ഉംറയ്ക്ക് പോയുമ്മോ, ഞാനും കൂടെ പോകട്ടെ? ഉമ്മ പറഞ്ഞു, നിന്നോട് പോകണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ആ ചെറുപ്പക്കാരന് ദേഷ്യം വന്നു. വീടിന്റെ അകത്തേക്ക് കിടന്നു. അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാഹ് ഉംറയ്ക്കാണല്ലോ, നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ, പാപം ചെയ്യാനല്ലോ. ഉമ്മാന്റെ അനുവാദമില്ലാതെ വീട് വിട്ടിറങ്ങുകയാണ്. ഉമ്മ പോകല്ലേ പോകല്ലേ എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഫളിലെന്ന് പറയുന്ന പൊന്നുമകൻ വീട് വിട്ടിറങ്ങുകയാ. അല്ലാഹുവേ, അവസാന യാത്ര തുടങ്ങി. മനസ്സിന്റെ അകത്തൊരു സമാധാനമില്ല. കൂട്ടുകാരൊക്കെ പോകുകയും ചെയ്തു. ഉമ്മാന്റെ പൊരുത്തമില്ലാതെയാണ് ഇറങ്ങിയത്. അവസാനം ചിന്തിച്ചു, നാദാ, 2 റക്അത്ത് നിസ്കരിക്കാൻ തമ്പുരാന് നമസ്കരിച്ച സമാധാനം കിട്ടുമല്ലോ. ഫളിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കയറി ഉളുവെടുത്തിട്ട് നിസ്കരിക്കുകയോ. നിസ്കാരം കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുമ്പോ നാട്ടുകാര് പള്ളിയിലേക്ക് ഓടി വന്നിട്ട് ഫളിലിനെ പിടിച്ച് കൈകാലുകൾ കെട്ടുകയാണ്. എല്ലാവരും തല്ലുകയാണ്. കാരണം എന്തെന്നറിയുമോ? അവിടെ ഒരു വലിയ മോഷണം നടന്നു. കള്ളനോടിയത് പള്ളിയുടെ ഭാഗത്തേക്കാണ്. സത്യത്തിൽ കള്ളനോടി രക്ഷപ്പെട്ട് കിടന്നു. ഫളിലാണ് കള്ളനെന്ന് കരുതിയിട്ട് നാട്ടുകാര് പിടിച്ച് കെട്ടുകയോ. കൊടുത്ത ശിക്ഷ എന്തെന്നറിയോ? ഇവനിനി ഒരിക്കലും മോഷ്ടിക്കാൻ പാടില്ല. ഇത് കരങ്ങളും അങ്ങ് വെട്ടിമുറിക്കുകയാണ്. പടച്ചവരെ, 2 കൈപ്പത്തികളും വെട്ടിമുറിച്ചു. 2 കാലും ഇവൻ നടക്കാൻ പാടില്ല. അവന്റെ കാല് 2ഉം വെട്ടിമുറിച്ചു. ഇവന് കാണാനിനി കണ്ണ് വേണ്ട, കണ്ണങ്ങ് ചൂട് നടക്കുകയാണ്. പടച്ചവനെ, ഒറ്റ ദിവസം കൊണ്ട് 2 കൈയും പോയി, 2 കാലും പോയി, 2 കണ്ണും പോയി. എല്ലാവരും കള്ള എന്ന് പറഞ്ഞ് തല്ലുമ്പോ അതിൽ വിളിച്ചു പറഞ്ഞു, എന്നെ കള്ള എന്ന് വിളിക്കല്ലേ,
എന്റെ ഉമ്മാന്റെ വാക്ക് കേൾക്കാത്തതിന് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാ. കൊണ്ടുപോയി വലിച്ചെറിയുകയാണ്. അടിയോരത്ത് കൊണ്ട് വലിച്ചെറിഞ്ഞു. ഫദിലെന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവസാനം അവിടെ കിടന്നു മരണത്തോട് മല്ലടിക്കുകയാ. യാചിക്കുന്നു, എന്റെ ദുനിയാവ് നഷ്ടമായി, എന്റെ ആഖിറം കൂടെ നഷ്ടപ്പെടുത്തല്ലേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ ഉമ്മാനോടൊന്ന് പൊരുത്തം ചോദിക്കാരാ. മരിക്കുന്നതിന് മുമ്പ് എന്റെ ഉമ്മാനോടൊന്ന് പൊരുത്തം ചോദിക്കാരാ. അള്ളാനെ ഓർത്തിട്ട് ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുവോ? മലരാരണ്യത്തിന് വഴിയോരത്ത് കിടന്ന് യാചിക്കുകയാ. ഏതോ യാത്രക്കാര് അള്ളാന്റെ പേര് പറഞ്ഞിട്ട് യാചിക്കുന്നത് കണ്ടപ്പോ അവിടെ പറഞ്ഞ അടയാളം വെച്ചൊരു വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചു. വീടിന്റെ കവാടം തുറന്നു. ഒരു പ്രായമുള്ള ഉമ്മ ഇറങ്ങി വന്നു. അവര് ചോദിച്ചു, ഉമ്മ, ഈ കിടക്കുന്ന ചെറുപ്പക്കാരനെ അറിയുമോ ഉമ്മ? ഉമ്മ നോക്കുമ്പോ രക്തത്തിൽ കുളിച്ച് കിടക്കുകയാ. അവന് കണ്ണില്ല, കൈയില്ല, കാലില്ല. ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ലോ. ഉമ്മ പറഞ്ഞു, എനിക്കറിയില്ല. ഉമ്മാന്റെ ശബ്ദം കേൾക്കുമ്പോ ഫദില് വിളിക്കുന്നു, ഉമ്മ, ഞാനാടുമ്മ, ഉമ്മാടെ പൊന്നുമോന് ഫദിലാ ഉമ്മ. ഉമ്മയുടെ വാക്ക് കേൾക്കാതെ ഇറങ്ങിപ്പോയതിന് അല്ലാഹു എനിക്ക് തന്ന ശിക്ഷയാണുമ്മ. കള്ളു കുടിക്കാൻ പോയതല്ലടോ, വ്യഭിചരിക്കാൻ പോയതല്ലടോ, സിനിമയ്ക്ക് പോയവനല്ലടോ, കറങ്ങാൻ പോയവന്റെ കഥയല്ല, ഒളിച്ചോടിയവന്റെ കഥയല്ല. പെങ്ങള് പടച്ചറപ്പിന്റെ കഅബാലയത്തിൽ പോകുന്നത് നല്ല കാര്യമല്ലേ? അള്ളാന്റെ പള്ളിയിൽ ഉംറയ്ക്ക് പോകുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഉമ്മയുടെ അനുവാദമില്ലാതെ പോയവന് അള്ളാഹു കൊടുത്ത ശിക്ഷ ഇതാണെന്ന് ചരിത്രം പറയുമ്പോ, മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്ന മക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ, അള്ളാഹു നിങ്ങളുടെ ആയുസ് വെട്ടിക്കുറയ്ക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയോ? രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയോ? മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്നവന് അല്ലാഹു ഒരു നല്ല മരണം കൊടുക്കൂല. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ നിനക്ക് റബ്ബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുള്ളൊരു മരണം നിനക്ക് തരൂല. നിന്റെ അവസാനം മോശമോ, നിന്റെ അവസാനം മോശമോ, നിന്റെ ആഖിബത്ത് മോശമാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവേ, മക്കയിൽ പോകുന്നത്, ഉംറയ്ക്ക് പോകുന്നത് നല്ല കാര്യല്ലേ? പരമനുഷ്യന്മാരെ നല്ല കാര്യല്ലേ? എന്നാ ഉമ്മ മകനോട് പറഞ്ഞു പോകണ്ട. ഉമ്മ പറഞ്ഞു പോകണ്ട. മോൻ പോയപ്പോ അള്ളാഹു കൊടുത്ത ശിക്ഷ ഇതായിരുന്നു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പിന്നെ നാട്ടുകാരുടെ മുന്നിൽ 18 കൊല്ലം പോറ്റി വളർത്തിയ ഉമ്മാനെ നാണം കെടുത്തിയിട്ട് പോകുന്നവർക്ക് അല്ലാഹു പിന്നെ സ്വർഗം കൊടുക്കോ? അവള് പുഴുത്തല്ലേ ജാവത്തുള്ളൂ, അവള് പുഴുത്ത് തന്നെ ജാവും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. 2, മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്നവന് നല്ല മരണം കിട്ടൂല. അൽഖമർ റളിയല്ലാഹു തആല അൻഹു ഉമ്മാനെക്കാളും സ്നേഹം ഭാര്യയോടാണ്. അത് ഉമ്മയ്ക്ക് തോന്നിയതാ, ഉമ്മാൻ അങ്ങനെ തോന്നിയതാ. അൽഖമർ റളിയല്ലാഹു തആല അൻഹുവിന് ഉമ്മാനെക്കാളും സ്നേഹം ഭാര്യയോടാണെന്ന് ഉമ്മയ്ക്ക് തോന്നിയപ്പോ ഒന്ന് മനസ്സൊന്ന് വേദനിച്ചു, അത്രേ ഉള്ളൂ. തല്ലിയതും ചീത്ത വിളിച്ചതും പട്ടിണി കിട്ടുന്നല്ല. ഉമ്മാന്റെ മനസ്സൊന്ന് വേദനിച്ചപ്പോ മരണസമയത്ത് ഷഹാദത്ത് കലിമ പറയാൻ കഴിഞ്ഞല്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അവസാനം ഉമ്മ പൊരുത്തം കൊടുത്തപ്പോഴാ അതിന് കഴിഞ്ഞത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 3, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ് ഇങ്ങോട്ട് എടുത്തിട്ട് വാ. ഹജ്ജിന് പോകാനുള്ള ഒരു ദിക്റും പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. പെട്ടെന്ന് വാ ഇൻഷാ അല്ലാഹ്. അടുത്തേക്ക് എല്ലാവരും കയറിക്കോ. കഴിഞ്ഞു. ബിസ്മില്ലാഹ്. അൽഹംദുലില്ലാഹ്.
പെട്ടത് ഇൻഷാ അല്ലാഹ്. ഓടേണ്ടവർ ഓടിക്കോ, അതാ വഴി, ഇറങ്ങിക്കോ. ആ കാണുന്ന ഗേറ്റിലൂടെ മാത്രമേ വഴിയുള്ളൂ. ഓടേണ്ടവർ ഇറങ്ങി ഓടിക്കോ. ഇന്നും കൂടെ പോകാൻ പറ്റൂ. ഓന്തോടിയ എവിടെ വരെ ഓടാനാ? ഓന്തോടിയ എവിടെ വരെ ഓടാനാ? നീ ഓടിയ നിന്റെ വീട് വരെ ഓടും. അത് കഴിഞ്ഞ് അങ്ങോട്ടും പോകത്തില്ല. മലക്കുൽ മൗത്ത് വന്നിട്ട് പറയും വാടാ പോകാം. എവിടെ ഓടിയാലും തിരിച്ച് അങ്ങോട്ട് തന്നെ പോകണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അങ്ങോട്ട് വാ, കേറി പങ്കിട്ട് കിട്ടോ. എല്ലാരും ഒന്ന് കാണാനാ ഞാൻ പോവാ. ഇൻഷാ അല്ലാഹ്. എന്നെ ഒന്ന് കണ്ടോ. ഇനി കാണാൻ പറ്റിയില്ലെങ്കിലോ അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ദീർഘായുസ്സ് തരുമാറാകട്ടെ. പെട്ടെന്ന് നിൽക്കണ്ട, കയ്യും കെട്ടിയൊന്നും നിൽക്കണ്ട. വാ അള്ളാഹിനോട് ദുആ ചെയ്യാൻ പോവാ. കേറ്, നിങ്ങൾ കേറ്. എന്നിട്ട് കയറി ഇതിനകത്തോട്ട് കയറി സ്വർഗത്തിൽ കയറി നിൽക്കുക. ഈ ടാർപ്പയ്ക്കകത്ത് എന്നിട്ട് കയറി. അൽഹംദുലില്ലാഹ്. അതേപോലെ സംഘാടകർ കുറച്ച് കസേരയൊക്കെ എടുത്ത് പോലെ കുറച്ച് കസേര മാറ്റിയാൽ മതി. സെന്ററിൽ ഒന്ന് അടക്കിക്ക്. ആ വെള്ള കസേരയൊക്കെ ഒന്ന് അടക്കിക്കുക. ഇൻഷാ അല്ലാഹ്. ഒന്ന് അടക്കി കൂടി എന്നിട്ട് കയറി. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. നിങ്ങളൊക്കെ ഒന്ന് കാണാനാ. അള്ളാഹു ഇഷ്ടപ്പെട്ടവർ മാത്രം ആമീൻ പറഞ്ഞാൽ മതി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്കൊക്കെ ബറക്കത്ത് നൽകുമാറാകട്ടെ. ബറക്കത്ത് വേണോ? ബറക്കത്ത് വേണോന്ന് ആഗ്രഹമുള്ളവരും കൈപൊക്ക്. വേണോന്ന് കൈപൊക്കാത്ത കാക്കായി ഞാൻ ഒന്ന് കാണട്ടെ. കാക്കാക്ക് ബർക്കത്ത് എന്താന്ന്? വാപ്പ ഇത് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല. അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ഒരു വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ആ വാപ്പമാരിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. ഏത് വാപ്പയ്ക്കെന്നറിയോ? തന്റെ മക്കളെ നന്നാക്കാൻ വേണ്ടി വീട്ടിൽ ഒരു ചുള്ളിക്കമ്പെടുത്ത് വെച്ചിരിക്കുന്ന വാപ്പയ്ക്കാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏത് വാപ്പയ്ക്ക്? തന്റെ മക്കളെ നന്നാക്കുന്നതിന് വേണ്ടി 1 രൂപ കൊടുത്ത് ചൂരല് വാങ്ങണ്ട. നിന്റെ പറമ്പിൽ നിന്ന് ഒരു ഈർക്കലെങ്കിലും മുടിച്ചിട്ട് വീടിന്റെ അകത്ത് മക്കളെ നന്നാക്കാൻ വെച്ചിരിക്കുന്ന വാപ്പയ്ക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ വീട്ടിൽ ഒരു ചുള്ളിക്കമ്പെടുത്ത് വെച്ചിട്ടുള്ള വാപ്പമാരൊന്ന് കൈവക്കിക്ക്. കാണാനുള്ള കൊതി കൊണ്ടാ. മക്കളത്തല്ല അങ്ങനെ വെക്കാനായില്ലേ? ചുമ്മാതല്ല. കണ്ടവന്റെ കൂടെ കോടതി ചോദിക്കും പാപ്പാനെ വേണോ കാമുകനെ വേണോ? കാമുകനെ മതി സാറേ, ഓടും ല്ലേ? ആപ്പാനോട് ചോദിക്കും, മോളോട് ചോദിക്കും ആപ്പയും ഉമ്മയും വേണോ? ഇന്നലെ കണ്ടവനെ മതി സാറേ. കാരണം ഇതിന്റെ കൂടെ കൂടിയിട്ട് കാര്യമൊന്നുമില്ല. അങ്ങോട്ട് ഓടുക. ഓടിയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. എടാ ഇങ്ങോട്ട് വാടാ പോടാന്ന് പറഞ്ഞിട്ട് വാപ്പായ പോ മനുഷ്യാന്ന് പറഞ്ഞിട്ട് മക്കള് തിരിച്ചുവിടുക. എന്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ ചെറുപ്പക്കാരുടെ മുടിയൊക്കെ ഇങ്ങനെ എന്ത് രസമെന്നറിയോ? അർച്ചനെ കാണാൻ എന്ത് ഗ്ലാമർ എന്നറിയോ? ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. കുളിച്ചിട്ട് മാസങ്ങളായതുപോലെ കുരുവിയുടെ കൂട് വെക്കാൻ പറ്റുന്ന രീതിയിൽ മുടിയും കെട്ടിട്ട് നടന്നില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മക്കളെ തല്ലി നന്നാക്കാൻ വീട്ടിൽ ഒരു വടിയെടുത്ത് വെച്ചിട്ടുള്ള വാപ്പ രക്ഷപ്പെട്ടു. അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. നിങ്ങളുടെ വാപ്പ തരേണ്ട സമയത്ത് തന്നത് കൊണ്ട് നീ ഇവിടെ എത്തി. നീ കൊടുക്കാത്തത് കൊണ്ട് ഓൻ എവിടെ നിന്നുണ്ട്? അവിടെ നിന്ന് ഫുട്ബോൾ കളിയാൻ തോന്നുന്നു വരുന്ന വഴിയിൽ. നീ അവിടെ ഇരിപ്പുണ്ട് ഗാലറിയുടെ മുകളിൽ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മരിക്കണ സമയത്ത് കാണും ഫുട്ബോൾ താരത്തിന്റെ ഫോട്ടോ. ഈ പഹയന്റെ കൂടെ കൂടി ഓർത്തിട്ട് അവൻ കരയും. മരണസമയത്ത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു മരിക്കാൻ കിടക്കുന്ന സമയത്ത് അവന്റെ കൂട്ടുകാരനെ കാണിച്ചു കൊടുക്കും. അള്ളാഹ് ഫുട്ബോൾ താരങ്ങൾ പഠിച്ചവനെ ഈ പഹയൻ ഇവനാ എന്റെ ജീവിതം തൊലച്ചത്, പെട്ടുപോയല്ലോ എന്നോർത്ത് കരയുമെന്ന് നബിയനാ റസൂലുള്ളാഹി. അള്ളാഹു സ്വർഗത്തിലെ കൂട്ടുകാരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ? മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ ആയുസ് വെട്ടിക്കുറയ്ക്കുകയാണ്. 2 നല്ല മരണമില്ല. അള്ളാഹു തരുന്ന ശിക്ഷ നിന്നുകൊണ്ട് കേൾക്കും മനുഷ്യ. പെറ്റുമ്മാനെ വേദനിപ്പിക്കുന്ന, ഉപ്പാനെ ചീത്ത വിളിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കള് കേട്ടോ. അല്ലാഹുവേ,
അടുത്ത് ഞാനൊരു രോഗം പിടിച്ച് കിടക്കുന്ന മനുഷ്യനെ കാണാൻ ചെന്നു. ഒരുപാട് കൊല്ലം ഗൾഫിൽ കിടന്ന് ഭാര്യക്കും മക്കൾക്കും വേണ്ടി ജീവിച്ച മനുഷ്യനാ. അവസാന പടച്ചവനെ ഇന്ന് ക്യാൻസറാ. മൂത്രം ഇങ്ങനെ മുറിവിലൂടെ പൊക്കൊണ്ടിരിക്കുകയാ. കാണാ ചെന്നപ്പോ ഉസ്താദേ, എന്റെ മക്കൾ എന്റെ കഴുത്തിൽ പിടിച്ച് ഞെരിക്കുന്നു ഉസ്താദ്, എന്നെ തല്ലുന്ന ഉസ്താദ്, എന്റെ ഭാര്യ എന്റെ മുറിവിന്റെ അകത്തിട്ട് ഇടിക്കുകയാ. എനിക്ക് മരിക്കാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യൂ അല്ലാഹുവേ. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളുണ്ട് അല്ലാ. ഒരു പണക്കാരന്റെ മകളെ നിനക്ക് ഭാര്യയായിട്ട് കിട്ടിയപ്പോ അല്ലാഹുവേ, പെറ്റതള്ളയ നിനക്ക് തിരിഞ്ഞു നോക്കാൻ സമയമില്ല. ഇന്നവര് നിനക്ക് അധിക പറ്റായല്ലോ അല്ലാ. ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കളുണ്ട്, ഉമ്മാനെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളുണ്ട്, ഉമ്മാനെ ഭീഷണിപ്പെടുത്തുന്ന മക്കളുണ്ട്. രക്ഷപ്പെടില്ലടാ ചെറുപ്പക്കാരാ. വല്ലാഹി സത്യം, ഒരു കാലത്തും നീ രക്ഷപ്പെടുമെന്ന് നിനക്ക് തോന്നണ്ട. അല്ലാഹു തരുന്ന മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്? ഗൾഫുകാരനായ ഒരു ഭർത്താവും മക്കളും നിനക്ക് ഒരു കൊട്ടാരം കിട്ടിയപ്പോ നിന്നെ പൂറ്റി വളർത്തിയ നിന്റെ ഉമ്മാനെ ഒന്ന് പോയി കാണാൻ നിനക്ക് സമയമില്ലല്ലോടി. ഒന്ന് തിരിഞ്ഞു നോക്കാ. അല്ലാഹുവേ, ഇന്നവൾക്ക് ഭർത്താവും മക്കളും മതി. ആ മനുഷ്യൻ കഷ്ടപ്പെട്ട് രക്തം വിയർപ്പാക്കി അധ്വാനിച്ച പണത്തിൽ നിന്ന് സ്വർണ്ണവും തന്ന് നിന്നെ കെട്ടിച്ചു വിട്ടപ്പോ നിന്റെ ഉമ്മാനെ വാപ്പാനെ ഒന്ന് ഫോൺ വിളിക്കാൻ സമയമില്ല. എന്റെ പ്രിയമുള്ളവരെ, നീ പണിത കൊട്ടാരത്തിന്റെ അകത്ത് രോഗം പിടിച്ച് അല്ലാ ബോധമില്ലാതെ കിടക്കുന്ന നിന്റെ വാപ്പയോ ഉമ്മയോ നിന്റെ വീടിന്റെ ബെഡ്റൂമിന്റെ അകത്ത് കിടന്ന് അറിയാതെ ഒന്ന് മൂത്രപൊഴിച്ച, ഒന്ന് കാഷ്ടിച്ച, ഈ കിളവനെയും കിളവിയെയും എവിടെയെങ്കിലും കൊണ്ട് കളയാൻ പറയുമ്പോ, എനിക്ക് നോക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോ അല്ലാഹുവേ, ഉമ്മാനെ വഴക്ക് പറയുന്ന മക്കളെ, നിന്റെ ഉമ്മ വീടിന്റെ അകത്തല്ലേടാ ഒന്ന് കാർക്കിച്ചു തുപ്പിയത്? അറിഞ്ഞുകൊണ്ടല്ലോ, അറിയാതെ അല്ലേ? ഓർമ്മയുണ്ടെങ്കിൽ ചെയ്യില്ലല്ലോ. ഓർമ്മയില്ലാതെ വാപ്പയൊന്ന് കാർക്കിച്ചു തുപ്പിയപ്പോ, എടാ കഴുകിയാ ബെഡ് ശരിയാകുമല്ലോ, ഒന്ന് കഴുകിയാ ശരിയാകുമല്ലോ. പടച്ചവനെ, ആ സമയത്ത് ഉമ്മാനെ ചീത്ത വിളിക്കുന്ന എന്റെ മക്കളോട് നമ്മളെവിടെ കിടന്ന മൂത്രമൊഴിച്ചതും ഓർക്കുന്നത് നല്ലതാ. നമ്മുടെ പെറ്റുമ്മാന്റെ ശരീരത്ത് ഞാനും നിങ്ങളും എത്ര പ്രാവശ്യം മൂത്രമൊഴിച്ചിട്ടുണ്ട്, എത്ര പ്രാവശ്യം കാഷ്ടിച്ചിട്ടുണ്ട്. മോനെ, ഞാനും നിങ്ങളും ഉമ്മാന്റെ മുഖത്ത് എത്ര പ്രാവശ്യം ഛർദിച്ചിട്ടുണ്ട്. നമ്മുടെ ഉമ്മ നമ്മളെ തല്ലിയോ, നമ്മളെ വേണ്ടാന്ന് പറഞ്ഞു വലിച്ചെറിഞ്ഞില്ലല്ലോ. എന്ത് ചെയ്താലും സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച ഉമ്മ, എന്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ചുടുചുംബനം തന്ന ഉമ്മാനെ ചീത്ത വിളിക്കുന്ന മക്കളോട്, തല്ലുന്ന മക്കളോട്, കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളോട് അല്ലാഹുവേ, നിനക്കല്ല തരുന്ന ശിക്ഷ നല്ലതുപോലെ കേട്ടോ. നിനക്കല്ലാഹു തരുന്ന ശിക്ഷ നീ നല്ലതുപോലെ കേട്ടോ. നിന്റെ മക്കളും തിരിച്ച് നിന്നോട് അങ്ങനെ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീ എങ്ങനെ വളർത്തിയാല്, എത്ര നല്ലതുപോലെ നിന്റെ മക്കളെ വളർത്തിയാല്, നിന്റെ വാപ്പാനെ നീ വേദനിപ്പിച്ചിട്ടുണ്ടോ? പാന്റെ നേരെ കൈപൊക്കിയിട്ടുണ്ടോ? പാനെ നീ ചീത്ത വിളിച്ചിട്ടുണ്ടോ? പാനെ അടിച്ചിറക്കിയിട്ടുണ്ടോ? വല്ലാഹി സത്യം, നിന്റെ മക്കള് ചെയ്യും വാപ്പാ. എങ്ങനെ വളർത്തിയാൽ, എത്ര സ്നേഹിക്കുന്ന മക്കളാണെങ്കിലും നിന്നെ ഒരു ദിവസം അവൻ തല്ലും വാപ്പാ, നിന്നെ ചീത്ത വിളിക്കും, നിന്നെ വൃദ്ധസദനത്തിൽ വലിച്ചെറിയുന്ന ഒരു ദിവസം മരിക്കുന്നതിന് മുമ്പ് നീ കാത്തിരുന്നോ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭർത്താവിനെ കിട്ടിയപ്പോ, പണം കിട്ടിയപ്പോ മറന്ന ഉമ്മ, മോള് ഇപ്പോഴേ നോക്കിക്കോ. ഈ വളർത്തുന്ന മക്കൾ ഒരു ദിവസം നിന്നോട് ഇതുപോലെ കാണിക്കും മോള്, അപ്പോഴേ നിനക്കത്
നിനക്കതിന്റെ വേദന അറിയോ? അപ്പോഴേ ഉമ്മാന്റെ നെഞ്ചു പൊട്ടിയതിന്റെ വേദന നിനക്കറിയോ? അല്ലാഹു നിങ്ങൾക്ക് തരുന്ന ശിക്ഷ ഇതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുമ്പോ, ഇന്ന് രാത്രി വീട്ടിലേക്ക് കടന്നതില് വീടിന്റെ അകത്ത് രോഗം പിടിച്ച് കിടക്കുന്ന വാപ്പാന്റെ കട്ടിലിന്റെ ചാരത്ത് ചെന്നിട്ട് ഉപ്പാന്റെയും ഉമ്മാന്റെയും കയ്യിൽ പിടിച്ചിട്ട് കരമുമ്മാ, തല്ലണമെങ്കിൽ തല്ലിക്കോ, എന്ത് വേണമെങ്കിലും പറഞ്ഞു ഉമ്മാ, എനിക്ക് നിങ്ങളുടെ പൊരുത്തം വേണം, ഞാൻ നിങ്ങളുടെ പൊന്നുമോനല്ലേ, നിങ്ങളുടെ കാൽച്ചവട്ടിൽ കിടക്കുന്ന സ്വർഗം എനിക്ക് വേണം ഉമ്മാ. ഉമ്മാനോട് പൊരുത്തം ചോദിച്ചോ, വാപ്പായോട് പൊരുത്തം ചോദിക്കാതെ കിടക്കല്ലേ. മാസങ്ങളായിട്ട് ഫോൺ വിളിക്കാത്ത പെണ്ണ് ഈ പാതിരാത്രി വിളിക്കുമോള്, ഉമ്മ ഒരിക്കലും നിന്നെ കുറ്റം പറയൂല, നിന്റെ വിളി കാത്ത് കിടക്കുകയാ, നിന്റെ ഒരു വിളിയും കാത്ത് കിടക്കുന്ന ഉമ്മ. എന്തേ മോള്, എന്റെ മോക്ക് സുഖമാണോ? ഈ പാതിരാത്രി വിളിച്ചാലും ഉമ്മ നിന്റെ വാക്ക് വല്ലാതെ ഇഷ്ടമാ പൊന്നുമോള്. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളോട് ഒരുത്തം ചോദിക്കാതെ കിടക്കല്ലേ. നീ പള്ളിക്കാട്ടിലാണെങ്കില്, 6 അടി മണ്ണിന്റെ കത്താണെങ്കില്, നാളെ രാവിലെ നിന്റെ ഉപ്പാന്റെ കബറിന്റെ ചാരത്ത് പോകണേ. പല മക്കൾക്കും മാതാപിതാക്കളുടെ കബർ എവിടാണെന്ന് പോലും അറിയൂല. എവിടെയാണ് തന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും കബറെന്ന് പോലും അറിയാത്ത മക്കളുണ്ട്. നാളെ പോകടാ, പള്ളിക്കാട്ടിലേക്ക് കടന്നു ചെന്നിട്ട് അസ്സലാമു അലൈക യാ അബീ, അസ്സലാമു അലൈക യാ ഉമ്മീ. മാതാപിതാക്കളുടെ കബറിന്റെ ചാരത്ത് നിന്നിട്ട് പൊട്ടിക്കരന്നുകൊണ്ടും എനിക്ക് പൊരുത്തം തരണേ. ഉമ്മകത്ത് കിടന്ന് കേൾക്കുവടാ, ഞാനും നിങ്ങളും പറയുന്നത് മുഴുവനും നമ്മുടെ ഉമ്മ കേൾക്കുന്നുണ്ട്, നമ്മുടെ വാപ്പ കേൾക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ പറഞ്ഞു, എല്ലാ വെള്ളിയാഴ്ച ദിവസവും നമ്മൾ ഒരാഴ്ച, ഒരു വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ ചെയ്ത നല്ല കാര്യം മുഴുവനും കബറിന്റെ അകത്ത് കൊണ്ട് കാണിക്കും, മോശമായതും കൊണ്ട് കാണിക്കും. ആ സമയത്ത് നീ ചെയ്ത വൃത്തികേടുകൾ കണ്ടിട്ട് നിന്റെ മാതാപിതാക്കള് കരയും മോനെ. അതുകൊണ്ട് പൊരുത്തം ചോദിക്കാൻ മറക്കല്ലേ. ഞങ്ങളുടെ മാതാപിതാക്കളുടെ പൊരുത്തം കിട്ടിയ മക്കളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. പലപ്പോഴും പലതും പറഞ്ഞു പോയിട്ടുണ്ട്, അറിയാതെ വന്നു പോയതാ അല്ലാ. ഞങ്ങളുടെ മക്കൾ അതിന് പകരം ഞങ്ങളോട് തിരിച്ചു ചെയ്യല്ലേ, ഞങ്ങളോട് തിരിച്ചു ചെയ്യല്ലേ നാഥാ. റബ്ബേ, എല്ലാം നീ പുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നീ നിന്റെ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാത്തിരുന്നോ, സത്യമായിട്ടും നിന്റെ മക്കള് നിന്നോടത് ചെയ്യും. നീ ഉമ്മാനെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ, പാപ്പാനെ നീ അടിക്കാൻ കൈമുക്കിയിട്ടുണ്ടെങ്കിൽ, ആ പാപങ്ങളെ നീ കണ്ണുനീര് കുടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നീ എങ്ങനെ വളർത്തിയാലും നിന്റെ മക്കള് തിരിച്ചത് ചെയ്യും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാനതിന് അനുഭവസ്ഥനാണ്. എന്റെ ഉമ്മ എന്റെ ഭാര്യയോട് ചോദിച്ചു, സുമയ്യ, എന്റെ മോന് വലിയ ദേഷ്യവാ, എനിക്ക് വലിയ ദേഷ്യവാ. ഉമ്മ ഇങ്ങനെ എന്റെ മകാരിയോട് പറഞ്ഞു. ഒരിക്കൽ പറഞ്ഞു, അവൻ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത്, ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എന്റെ വാപ്പ എന്നെ തല്ലി എന്തോ ഒരു കാര്യത്തിന്. എന്നെ തല്ലിയപ്പോ ഞാൻ ഉപ്പാനോട് ഒരു ചെറിയ മോശമായ ഏതോ ഒരു വാക്ക് ചോദിച്ചിട്ട്, നീ എന്നെ തല്ലി എന്ന് ചോദിച്ചു. ഞാൻ വാപ്പാൻ എന്തോ ഒരു ചെറിയ മോശമായൊരു വാക്ക് ആ ചെറിയ പ്രായത്തിൽ ഞാൻ പറഞ്ഞു. എൻ്റെ ഉമ്മ ഇതിങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. പക്ഷെ കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ മകൻ നേഴ്സറിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ എന്തോ ഒരു കാര്യത്തിന്റെ പേരിൽ ഞാൻ അവനെ തല്ലി, ഞാൻ അവനെ വഴക്കു പറയുകയോ തല്ലുകയോ എന്തോ ചെയ്തപ്പോ ഞാൻ പണ്ട് എൻ്റെ വാപ്പായെ വിളിച്ച അതേ വാക്ക് അവൻ എന്നെ വിളിച്ചു. ഞാൻ എൻ്റെ പണ്ട് ഓർമ്മയില്ലാത്ത കാലത്ത് ഞാൻ എൻ്റെ വാപ്പയെ വിളിച്ച അതേ വാക്ക് അവൻ എൻ്റെ മകൻ എന്നെ വിളിച്ചു. ഞാൻ അവനെ ഒരുപാട് തല്ലി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ ഓർമ്മ വന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചതാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ,
അള്ളാഹു നമ്മളെ പുറത്തുരുമാറാകട്ടെ. നമ്മുടെ മക്കളെങ്ങാണം നമ്മളോട് തിരിച്ചു ചെയ്താൽ നമ്മളെ കൊണ്ട് സഹിക്കാൻ കഴിയൂല. അള്ളാഹു നമുക്കൊക്കെ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ.